തിരുവനന്തപുരത്ത് യുവതിയെ വീടിനുള്ളിൽ കഴുത്തറുത്ത് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം കഠിനംകുളത്ത് യുവതിയെ വീടിനുള്ളിൽ കഴുത്തറുത്ത് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. കായംകുളം സ്വദേശി 30-കാരിയായ ആതിരയാണ് കൊല്ലപ്പെട്ടത്. രാവിലെ 11:30-ഓടെ പൂജാരിയായ ഭർത്താവ് വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയത്. സംഭവത്തിന് പിന്നാലെ ഇൻസ്റ്റഗ്രാം വഴി ആതിരയുമായി സൗഹൃദമുണ്ടായിരുന്ന എറണാകുളം സ്വദേശിയായ യുവാവിനായി പോലീസ് തിരച്ചിൽ ആരംഭിച്ചു. ഇന്ന് രാവിലെ 11:30-ഓടെയാണ് വീടിനുള്ളിൽ ആതിരയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. കഠിനംകുളം പാടിക്കവിളാകം ദേവീക്ഷേത്രത്തിലെ പൂജാരി രാജീവിന്റെ ഭാര്യയാണ് ആതിര. ഭർത്താവ് ജോലി കഴിഞ്ഞ് മടങ്ങിയെത്തിയപ്പോഴാണ് ഭാര്യയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വീടിന് മുൻപിൽ നിർത്തിയിട്ടിരുന്ന യുവതിയുടെ സ്കൂട്ടറും കാണാതായിട്ടുണ്ട്. ക്ഷേത്ര കമ്മിറ്റി താമസിക്കാൻ എടുത്തു നൽകിയ വീട്ടിലായിരുന്നു സംഭവം. ഭർത്താവുമായി താമസിച്ചു വരുന്നതിനിടെയാണ് ആതിര ക്രൂര കൊലപാതകത്തിന് ഇരയായത്. കൊലപാതകം നടത്തിയതായി സംശയിക്കുന്ന യുവാവ് 2 ദിവസം മുൻപ് ഇവിടെ എത്തിയിരുന്നതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഇൻസ്റ്റഗ്രാം വഴിയാണ് ആതിര യുവാവുമായി സൗഹൃദം സ്ഥാപിച്ചിരുന്നത്. അതേസമയം ഇന്ന് രാവിലെ 8:30-ക്ക് ശേഷമാണ് കൊലപാതകം നടന്നതെന്നാണ് സംശയിക്കുന്നത്. കാരണം 8:30-ഓടെ ആതിര മകനെ സ്കൂളിൽ അയക്കുന്നത് അയൽവാസികൾ കണ്ടിരുന്നു. അതിനാൽ ഇതിനു ശേഷമാകും കൃത്യം നടന്നതെന്നാണ് പോലീസ് സംശയിക്കുന്നത്. എന്നാൽ കൊലപാതകത്തിൽ ഈ യുവാവിന് പങ്കുണ്ടോ എന്നും വ്യക്തമല്ല. മതിൽ ചാടിയാണ് അക്രമി വീട്ടിലേക്ക് കയറിയതെന്നാണ് പോലീസിന്റെ നിഗമനം. നിലവിൽ ആതിരയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾക്കായി ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്.